ഹലോ ഗായ്സ്, അങ്ങനെ ടിക്കറ്റ് ഫിനാലയുടെ ലാസ്റ്റ് ടാസ്ക് നടക്കുകയാണ് ഗായ്സ്. അപ്പോൾ അതിനിടയിൽ എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോടൊരു കാര്യം അറിയിക്കാനുണ്ട്. നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ്, സാറ്റർഡേ ആൻഡ് സൺഡേ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു എവിക്ഷനാണ് നടന്നിരിക്കുന്നത്. പുറത്തൊന്നും പറയാൻ പാടില്ല എന്നാൽ, പക്ഷേ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് നടപടി സ്വീകരിച്ചാലും ഞാനങ്ങ് പറയാൻ പോവുകയാണ്. ആര്യൻ കഥൂറിയ മീൻസ് നമ്മുടെ ബംഗാളി ആര്യനാണ് പുറത്തേക്ക് പോയത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എവിക്ഷനാണ് നടന്നിരിക്കുന്നത്. ആര്യൻ കഥൂറിയ എന്ന് പേരുള്ള നമ്മുടെ ബംഗാളി ആര്യൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ബാക്കിയുള്ള വിവരങ്ങൾ എന്താണ്, നെവിനൊന്നും പുറത്താക്കാഞ്ഞത്, നെവിൻ എന്താണ് പുറത്തു പോയത്, അതിനൊക്കെ ഷാനവാസിക്ക എന്തുകൊണ്ടാണ് ഇതുവരെയും വരാഞ്ഞത്, ഇന്നത്തെ ലൈവിൽ ഇതുവരെയും ഷാനവാസിക്കയെ കാണിച്ചിട്ടില്ല. ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കാര്യം? അദ്ദേഹം ക്വിറ്റ് ചെയ്തോ? അദ്ദേഹത്തിന് ഇനി അസുഖം വന്നതുകൊണ്ട് ഒരു ദിവസവും കൂടി അദ്ദേഹത്തിനെ ഹോസ്പിറ്റൽ നിരീക്ഷിക്കാൻ വേണ്ടി കിടത്തിയിരിക്കുകയാണോ? ഒന്നും നമുക്ക് വ്യക്തമാവുന്നില്ല. ഇന്ന് ഉറപ്പായിട്ടും അദ്ദേഹം 2 മണിക്കകം എത്തുമെന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അദ്ദേഹം എത്തിയിട്ടില്ല. എന്തായാലും എപ്പിസോഡ് ലാലേട്ടൻ്റെ സാറ്റർഡേ ആൻഡ് സൺഡേ എപ്പിസോഡ് രണ്ടും ഷൂട്ട് കഴിഞ്ഞു. ഒരു എവിക്ഷനാണ് ഇവിടെ, ഒരു എവിക്ഷനാണ് നടന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മളുടെ ബംഗാളി ആര്യൻ പുറത്തേക്ക് വരികയാണ്. അത് ആവശ്യമായിരുന്നു, നേരത്തെ തന്നെ പുറത്തേക്ക് പോകേണ്ടതായിരുന്നു. ഇത്ര ദിവസം ആരാണ് ഈ വോട്ട് കൊടുക്കുന്നത്? 150 രൂപ കൊടുത്ത് നോർത്ത് ഇന്ത്യൻസിൽ നിന്ന് 10 രൂപ, 150 ഒന്നും കൊടുക്കണ്ട. ഒരു യൂട്യൂബ് ചേച്ചി പറഞ്ഞ കണക്കാർക്ക് 150 രൂപ കൊടുത്തൊന്നും മലയാളീസ് അങ്ങനെ വോട്ട് വാങ്ങിക്കേണ്ട ഗതികേടൊന്നുമില്ല. എന്തായാലും ബംഗാളികൾക്ക് 10 രൂപ കൊടുത്താൽ വോട്ട് കിട്ടും എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം ഉത്തരേന്ത്യക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് 10 രൂപ കൊടുത്താൽ മതി കേട്ടോ. 10 രൂപ കൊടുത്ത് തോന്നുന്നു വോട്ട് വാങ്ങിക്കുന്നത്. എനിക്കങ്ങനെ, ഞാനിപ്പോൾ അറിഞ്ഞ കണക്കല്ല, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ആൾക്കാർ പറഞ്ഞറിയുള്ള അറിവാണ്, അല്ലാണ്ട് എനിക്ക് നേരിട്ട് അറിവില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ട അറിവിൽ നിന്ന് 10 രൂപ കൊടുത്തൊക്കെ ആൾക്കാർ, ഹിന്ദിക്കാർ ഒരു വോട്ടിന് 10 രൂപ വെച്ചിട്ടൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ വോട്ട് വാങ്ങിച്ചിട്ടാണ് ഇത്രയും ദിവസം നിന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഞാൻ ആഗ്രഹിച്ച പോലെ, നമ്മളെല്ലാവരും ആഗ്രഹിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ ആഗ്രഹിച്ച പോലെ ബംഗാളി ആരും പുറത്തായിരിക്കും. ഇന്നാണെങ്കിൽ ആര്യൻ ഇന്ന് വളരെ മോശമായിട്ടാണ് അനീഷേട്ടനെ വളരെ മണ്ടൻ, താൻ കൂടുതൽ കളിക്കല്ലേ, താൻ മണ്ടൻ, വെറും തിരുമണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു, ഇവൻ എന്നാണ് ഇനി ഔട്ടാവുന്നത്, അവൻ വീണ്ടും ഈ ആഴ്ച അവൻ നിന്ന് പോവരുതേ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ മനസ്സിൽ. ഇന്ന് എന്തായാലും അവൻ ഔട്ടായി. അതുപോലെ തന്നെ നൂറയുടെ ആതിരയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇന്നലെ. നൂറയും ആതിലയും അത് പറയുന്നുണ്ടായിരുന്നു. നൂറ ആതിലമാരെടുത്ത് അവൻ പാല് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു അലിഗേഷൻ, അത് പിന്നെ പറയുന്നതെല്ലാം ഡബിൾ മീനിങ് ആണ്. അതുപോലെ തന്നെ ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നൂറയുടെ വയറിലോട്ട് നോക്കിയിട്ട് ഒരു സൗണ്ട്, ചുണ്ടുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇന്നലെ രാത്രി ആദിലയും നൂറയും കൂടി ലൈവിൽ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ടായിരുന്നു. ആദില, നൂറ ആൻഡ് അനുമോളുമായിട്ട് ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആദില ദേഷിച്ചു, നീ എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അത് ഞാൻ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരുന്നു ബേബി എന്ന് നൂറ മറുപടി പറയുന്നുണ്ട്. ഇത് ഞാൻ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഇത് ഞാൻ പറയും. ഇതിങ്ങനെ വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല, ഇവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ തീർത്തിട്ട് പോകണം എന്നൊക്കെ പറയണം. ആദില ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു നൂറയോട്. എന്തായാലും നമ്മുടെ അനുമോളും കൂടി ചേർന്ന് തൽക്കാലത്തേക്ക് ആ പ്രശ്നം ഒതുക്കി വെച്ചതായിരുന്നു. ഇതെല്ലാം ഒരു റീസൺ ആയിരിക്കാം. പിന്നെ ഓട്ടും കുറവായിരുന്നു. നമ്മുടെ ഈ ഒരു 3 ഗുണ്ടകൾ ചേർന്ന് അവിടെ വിളയാട്ടമല്ലേ നടത്തിയത്. ആ വിളയാട്ടത്തിലൊടുവിൽ ആര്യൻ അങ്ങനെയായിരിക്കാം പുറത്തായത്. എന്തായാലും ആര്യൻ കഥൂറിയ എന്ന് പേരുള്ള ബംഗാളി ആര്യൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു കാര്യം മറ്റുള്ള യൂട്യൂബേഴ്സിന് പറയാം. യഥാർത്ഥം പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സിനും പറയാൻ പാടില്ല, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. പുറത്ത് പോകുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങൾ പറയുന്ന യൂട്യൂബേഴ്സിനെതിരെ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ വാർണിംഗ്. പക്ഷേ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്ത് നടപടി, ബിഗ് ബോസ് തീരാറായില്ല. എൻ്റെ ചാനൽ ചിലപ്പം പൂട്ടിക്കെട്ടാൻ സാധ്യതയുണ്ട്. എന്ത് കുന്തായാലും അവർ കേസിന് വരട്ടെ. ഞാനൊരു അഡ്വക്കേറ്റല്ലേ. എന്തായാലും ഒരു കേസൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു കേസ് ഇവരുമായിട്ടൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമല്ലേ. നമ്മൾ 10 പേരെ അറിയുമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്ന ഗൈസ്. എന്തായാലും ബംഗാളി ആര്യൻ പുറത്തായിരിക്കുകയാണ്. എന്താണ് ഈ ഒരു എന്താ പറയുന്നത്, ഈ തെണ്ടിത്തരം ചെറ്റത്തരം കാണിച്ച നിവിനെ എന്തുകൊണ്ടാണ് പുറത്താക്കാഞ്ഞത്? അവൻ്റെ നെക്സ്റ്റ് അവൻ എന്താണ് അവിടെ, എന്താണ് അവൻ്റെ സ്റ്റാറ്റസ്, അവനെ പുറത്താക്കുമോ? ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള സൂചന ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഇവർ വളരെ സീക്രട്ടായിട്ട് പുറത്ത് വിടാതെയാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഷാനവാസിക്കയുടെ സ്ഥിതിയും നമുക്കറിയില്ല. ഷാനവാസിക്ക എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തായാലും നമ്മുടെ ടിക്കറ്റ് ഫിനാലയുടെ ലാസ്റ്റ് ടാസ്ക് ഒരു വണ്ടിക്കകത്ത് എല്ലാവരും ടൂർ പോകുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, എന്തിനാണ് ഇവർ ഇത്രയൊക്കെ നിൽക്കുന്നത്? കാരണം നൂറയോ ആദില
നൂറ ഓർ ആര്യൻ, ഇവർ രണ്ടുപേരിൽ ഒരാളാണല്ലോ. നൂറയ്ക്ക് ഇപ്പോൾ ഉള്ളത് 49 പോയിൻ്റാണ്, ആര്യന് 42 പോയിൻറ്റ്. എന്തായാലും ബാക്കിയുള്ള ഈ ആദിലയൊന്നും ഇവിടെ, ആദില സാബുമാനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ അനീഷ് ചേട്ടന് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു, അനീഷ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറയും പിന്നെ ആര്യനും കൂടി തന്നെ ഇരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ആദിലയും ഒക്കെ ഇറങ്ങാത്ത ചിലപ്പം അക്ബറൊക്കെ ഇരുന്ന് പോകുമെന്ന് വിചാരിച്ചായിരിക്കും. എന്തായാലും പ്രൊമോ വന്നിട്ടുണ്ട്, പാതിരാത്രി 3 മണി വരെയൊക്കെ ഇവർ ഇരുന്നിട്ട് പലരും ഇറങ്ങുന്നുണ്ട്. അവസാനം എന്തായാലും നൂറ തന്നെയാണ് ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കിൽ വിന്നറായിരിക്കുന്നത്. അതുകൊണ്ട് ഫൈനൽ 5-ൽ നൂറ ഉണ്ടാകും.